ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഈസിയായി മാവ് കുഴച്ച് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നതിന് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കും, എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം എത്ര സോഫ്റ്റ് ആയിട്ടുള്ളതാണെന്ന് നോക്കാം. പഞ്ഞി പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായി ഇടിയപ്പ പൊടി വേണം. ഇതിപ്പോൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റിലുള്ള പൊടിയാണ്, നല്ല നൈസായിട്ടുള്ള ഇടിയപ്പ പൊടി. അപ്പോൾ അത് നമുക്കിവിടെ ഒരു കപ്പ് എടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്, തിളച്ച വെള്ളമല്ല, പച്ചവെള്ളം. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിൽ ഒരു പിഞ്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നു. പഞ്ചസാര ചേർക്കുന്നത് ഒരു ഓപ്ഷണലാണ്, പക്ഷെ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇടിയപ്പത്തിൻ്റെ പൊടി ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി, ഈ സാധാരണ ഒരു ചായക്കപ്പിൽ 1 കപ്പ് പൊടി ഇടിയപ്പപ്പൊടി എടുത്തു. എന്നിട്ട് പച്ചവെള്ളം തന്നെ 1.5 കപ്പ്, ഈ കപ്പിൽ 1.5 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ടു, ഒരു പിഞ്ച് പഞ്ചസാരയും ഇട്ടു. ഇനി നമ്മൾ കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം, കട്ടകളില്ലാതെ. അതുപോലെ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചിട്ടാണ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ കട്ടകളില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തു. ഒരു പാന് അടുപ്പത്ത് വയ്ക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് ഇതിന് കുറച്ച് നല്ലത്. എന്നിട്ട് നമ്മൾ ഈ കലക്കി വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കുറുകാൻ തുടങ്ങും. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കൊന്ന് കട്ട പിടിച്ചാലും കുഴപ്പമില്ല, നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. എന്നിട്ട് ഈ ബോൾ, ഇത് എല്ലാം കൂടെ ഒരു ബോൾ പോലെ ആകുമ്പോൾ നമുക്കതിൻ്റെ പരുവം എത്തിയെന്ന് ശ്രദ്ധിക്കാം.
ഒരു ബോളായിട്ടത് കിട്ടണം. അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഒരു ബോൾ പോലെ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ബോൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം, ഈ സ്റ്റീം ചെയ്യുന്ന ഒരു പാത്രമാണ് ഞാൻ എടുത്തത്. അതിൽ നമുക്ക് ഇതുപോലെ ഒരു ഇല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല ഇല്ലെങ്കിൽ ഇല ഇല്ലാതെ തന്നെ നമ്മൾ കുറച്ചൊന്ന് ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം എടുക്കാം. ഇത് ഇപ്പോൾ എനിക്കൊരു ഇല കിട്ടിയത് കൊണ്ട് ഇല തന്നെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തു. നമുക്കിതിലോട്ട് എത്ര വലുതായിട്ട് വേണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് പുറത്ത് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആദ്യം സ്റ്റീം ചെയ്യുന്ന പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തു, വെള്ളവും ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളിത് ഉണ്ടാക്കിയ ഇടിയപ്പം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തു. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇടിയപ്പം ഇതുപോലെ ഇഡലിത്തട്ടിലും പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 രീതിയിൽ ഇടിയപ്പം ചെയ്തെടുത്തു. വളരെ ഈസി ആയിട്ടാണ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. കൂടെ ഞാൻ സ്റ്റൂ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമുക്ക് കാണാം. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലോ കാർഡിലോ ഒക്കെ അതുകൂടെ കൊടുക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ.